ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചാലോ? കഥയുടെ പേര് നോട്ടി ഗേൾ. അപ്പം നമുക്ക് നല്ല പോലെ ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം ഇംഗ്ലീഷിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എഴുതാനും പറയാനും ഇംഗ്ലീഷിൽ പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, സാറ എന്നായിരുന്നു അവളുടെ പേര്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സാറ എന്നായിരുന്നു അവളുടെ പേര്. അപ്പം നമുക്ക് എഴുതാം ഹർ, ഹർ നെയിം. അപ്പം ഞാൻ ഓപ്ഷനിൽ ഇവിടെ ഒരു ജസ്റ്റ് 3 ഓപ്ഷൻ കൊടുക്കാം. 3 ഓപ്ഷൻ: ഈസ്, വാസ്, വെയർ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം ഇത് ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ. ജസ്റ്റ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. അപ്പം സാറ എന്നായിരുന്നു അവളുടെ പേര്. നമുക്ക് ഹെർ നെയിം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. അപ്പം എപ്പോഴും ഓർക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഈസ് എന്ന് പറയാൻ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? എപ്പോഴും നമുക്ക് ഓൾറെഡി അത് അറിയാവുന്നത്. ഈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അതല്ല. അപ്പം സാറ എന്നാണ് അവളുടെ പേര്. സാറ എന്നാണ് അവളുടെ പേരാണെങ്കിൽ നമുക്ക് ഈസ് യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ സാറ എന്നായിരുന്നു അവളുടെ പേരെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഈസ് കട്ട് ചെയ്യാം. പിന്നെ എന്താ, പിന്നെ വാസും ഉണ്ട്, വെയറും ഉണ്ട്. അപ്പം നമ്മൾ ഏത് ഓപ്ഷനിന് എഴുതാം? അപ്പം പ്രത്യേകിച്ച് പറയാം, ഈ വെയർ എന്ന് പറയുന്നത് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? യൂസ് ചെയ്യാം വെയർ, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വെയർ യൂസ് ചെയ്യാം, പക്ഷേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടെ ഹെർ നെയിം ഒരാളെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഈ വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് വെയർ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അവളെ പറ്റി മാത്രമാണ് പറയുന്നത്, വേറെ ആരെ പറ്റിയും പറയണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വെയറും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? വാസ്. അപ്പോൾ ഇവിടെ വാസ് എഴുതാം. ഹെർ നെയിം വാസ്. സാറ എന്നായിരുന്നു അവളുടെ പേര്. അപ്പോൾ നമുക്ക് എഴുതാം ഹെർ നെയിം വാസ് സാറ. ഹെർ നെയിം വാസ് സാറ. സാറ എന്നായിരുന്നു അവളുടെ പേര്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെർ നെയിമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹെർ നെയിം സബ്ജക്റ്റ്, വെർബാണ് വാസ്. അപ്പം അത് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചു. ഫസ്റ്റ് പോയിൻറ്റ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് പോയിൻറ്റ് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, അവൾ വളരെ തമാശക്കാരിയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ, ഷീ. വളരെ, വെരി. തമാശ, ഫൺ എന്ന് പറയാം നമുക്ക്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയൊരു കാര്യമല്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അവൾ വളരെ തമാശക്കാരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം അവൾ വളരെ തമാശക്കാരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ, ഷീ. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് ഓപ്ഷൻ എഴുതാം. ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോകണം? ഈസും എഴുതാം, വാസും എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓപ്ഷൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് എഴുതാം? അവൾ വളരെ തമാശക്കാരിയാണ്. നമുക്ക് ഷീ ഈസ് യൂസ് ചെയ്യണോ, വാസ് യൂസ് ചെയ്യണോ? അപ്പം ഇവിടെ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് അല്ല, ഒരു പ്രസൻറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അവൾ വളരെ തമാശക്കാരിയാണ്. അപ്പം വാസ് എന്ന് പറയുമ്പം അവൾ വളരെ തമാശക്കാരി ആയിരുന്നു എന്നാണെങ്കിൽ നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയണത്. അപ്പം നമുക്ക് ഷീ എഴുതാം. ഷീയുടെ കൂടെ ഈസ് എഴുതാം. ഷീ ഈസ്. വളരെ എന്ന് വെച്ചാൽ വെരി. ഷീ ഈസ് വെരി. അപ്പോൾ തമാശക്കാരിയാണ് എന്നുള്ളതിന് ഞാനിവിടെ ഫണ്ണി എന്നാണ് എഴുതാൻ പോണത്. ഷീ ഈസ് വെരി ഫണ്ണി. അവൾ വളരെ തമാശക്കാരിയാണ്. ഷീ ഈസ് വെരി ഫണ്ണി. അപ്പം ഇവിടെ വേറെ എന്താ ഇനി പറയാനുള്ളത്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബാണ് ഈസ്. അപ്പം ഈ ഇത്രയുള്ള ഈ ഒരു സെൻറ്റൻസിൽ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അവൾ വളരെ തമാശക്കാരിയാണ്. ഷീ ഈസ് വെരി ഫണ്ണി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഒരു ദിവസം അവൾ നേരത്തെ കോളേജിൽ പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഒരു ദിവസം, വൺ ഡേ. അവൾ, ഷീ. നേരത്തെ എന്നുള്ളത് നമുക്ക് എന്ത് പറയാം? ഏർലി. നേരത്തെ, ഏർലി. കോളേജിൽ പോയി. പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നാണ്. ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഒരു ദിവസം അവൾ നേരത്തെ കോളേജിൽ പോയി. അപ്പം ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ദിവസം അവൾ നേരത്തെ കോളേജിൽ പോയി. അപ്പം
വൺ ഡേ ഒരു ദിവസം. വൺ ഡേ അവൾ ഷീ. വൺ ഡേ ഷീ. അപ്പം ഞാനിവിടെ ഓപ്ഷൻ എഴുതാൻ പോവാണ്. ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പോവുക എന്ന് വെച്ചാൽ എന്താ, ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നാണ്. അപ്പം നമുക്കറിയാം ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്, ഓപ്ഷനല്ല. ഞാനൊരു 3 ഫോംസ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏത് എഴുതാം എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ട് ഓർക്കാം. അപ്പോൾ അപ്പോഴത്തേനും ഞാൻ എഴുതട്ടെ. വൺ ഡേ ഷീ. അപ്പോൾ ഗോയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ഗോയുടെ 3 ഫോംസ് ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം വൺ ഡേ ഷീ. അപ്പം പോവുക എന്ന് വെച്ചാൽ ഗോ. അപ്പോൾ ഇവിടെ ഗോയുടെ 3 ഫോംസ് ഞാൻ എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ ഗോ കട്ട് ചെയ്തു, ഇനി ഞാൻ ഗോൺ കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതണ്ടേ? ഗോയും ഗോണും എഴുതാൻ പറ്റില്ല. നമുക്കിവിടെ വെൻറ്റാണ് എഴുതാൻ പോണേ. ഗോയുടെ 2nd ഫോം വെൻറ്റാണ് ഇവിടെ എഴുതാൻ പോണേ. വൺ ഡേ ഷീ വെൻറ്റ്. അപ്പോൾ പോയി. അപ്പോൾ വെൻറ്റ്. വൺ ഡേ ഷീ വെൻറ്റ്. എവിടെയാണ് പോയത്? കോളേജിൽ, നേരത്തെ. അപ്പം വൺ ഡേ ഷീ വെൻറ്റ് ടു കോളേജ്. നേരത്തെ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഏർലി, EARLY. വൺ ഡേ ഷീ വെൻറ്റ് ടു കോളേജ് ഏർലി. ഒരു ദിവസം അവൾ നേരത്തെ കോളേജിൽ പോയി. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി, ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല പറയുന്നത്, ഒരു പാസ്റ്റ് സിറ്റുവേഷനാണ്. ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് എഴുതാം ദെയർ. അപ്പം ഇവിടെ ഞാൻ ഓപ്ഷനിൽ ഈസും എഴുതാം, വാസും എഴുതാം. അപ്പം നമ്മളിവിടെ എന്താണ് എഴുതാൻ പോണത്? ഇവിടെ നമുക്കിതറിയാം. ഇവിടെ എന്ത് നമുക്ക് എഴുതാം? ദെയറിൻ്റെ കൂടെ നെക്സ്റ്റ് നമ്മൾ എന്താ, ഈസ് യൂസ് ചെയ്യണോ, വാസ് യൂസ് ചെയ്യണോ? അപ്പം ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എഴുതാണ്. അപ്പം നമുക്ക് എന്താ എഴുതാം? നമുക്കിവിടെ ഈസ് ഒരിക്കലും എഴുതാൻ പറ്റില്ല. കാര്യം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല പറയുന്നത്, ഉണ്ടായിരുന്നില്ല. ഇതൊരു കഥയാണ്. അതുകൂടാതെ ഒരു പാസ്റ്റ് ഫോം, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പം നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാം. അപ്പോൾ ദെയർ വാസ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദെയർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. ദെയർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ദെയർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് പല രീതികളിൽ എഴുതാം. അപ്പം ഞാൻ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നോബഡി വാസ് ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ അതും ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ദ ക്ലാസ് റൂം വാസ് എംപ്റ്റി. അപ്പോൾ അങ്ങനെ എഴുതാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതിയ ഇതാണ് എനിക്കൊരു ചിരിങ്കടെ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് തോന്നുന്നത് ഇതാണ്. അപ്പോൾ ക്ലാസ് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ദെയർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. ദെയർ വാസ് നോ വൺ ഇൻ ദ ക്ലാസ് റൂം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് അവൾ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പെട്ടെന്ന്, സഡൻലി. അവൾ ഷീ. ഉച്ചത്തിൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഉച്ചത്തിൽ, ലൗഡ്. കൂർക്കം വലിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? കൂർക്കം വലി. നമുക്ക് പറയാം സ്നോറിങ്. പിന്നെ ശബ്ദം, സൗണ്ട്. അപ്പം കേൾക്കുക, ഹിയർ. അപ്പം ഇവിടെ കേട്ടു എന്നാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് ഇവിടെ കേട്ടു എന്ന് കിടക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പെട്ടെന്ന് അവൾ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സഡൻലി, പെട്ടെന്ന് നമുക്കൊരു കോമ ഇടാം. പെട്ടെന്ന് അവൾ ഷീ. അപ്പോൾ ഇവിടെ കേട്ടു എന്നാണ്. അപ്പോൾ കേൾക്കുക എന്ന് വെച്ചാൽ എന്താ? ഹിയർ. കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ. അപ്പോൾ നമ്മൾ കേട്ടു എന്നായതുകൊണ്ട് ഹിയറിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. അപ്പോൾ നമ്മൾ ഹിയറിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാൻ പോവാണ്. ഹേർഡ്. സഡൻലി ഷീ ഹേർഡ്. എന്താണ് കേട്ടത്? സഡൻലി ഷീ ഹേർഡ് അപ്പം ഉച്ചത്തിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലൗഡ്. സഡൻലി ഷീ ഹേർഡ് ലൗഡ് കൂർക്കം വലിക്ക് എന്താ നമ്മൾ പറയുക? സ്നോറിങ്. SNORING, സ്നോറിങ്. സഡൻലി ഷീ ഹേർഡ് ലൗഡ് സ്നോറിങ്. ശബ്ദത്തിന് നമുക്ക് നോയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ നോയ്സ് എന്ന് എഴുതണോ സൗണ്ട് എന്ന് എഴുതണോ? ഏതെങ്കിലും കുഴപ്പമില്ല, ഞാൻ സൗണ്ട് എന്ന് എഴുതാം. നോയ്സ് എന്ന് എഴുതാലും കുഴപ്പമില്ല. അപ്പം സഡൻലി ഷീ ഹേർഡ് ലൗഡ് സ്നോറിങ് സൗണ്ട്, അല്ലെങ്കിൽ ലൗഡ് സ്നോറിങ് നോയ്സ്. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്?
പെട്ടെന്ന് അവൾ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. സഡൻലി ഷീ ഹേർഡ് എ ലൗഡ് സ്നോറിങ് സൗണ്ട്. സഡൻലി ഷീ ഹേർഡ് എ ലൗഡ് സ്നോറിങ് സൗണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഒറ്റ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. കാര്യം ഒരു പ്രസൻറ്റ് ഫോം സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ ഒരു പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഹിയർ കേൾക്കുക എന്നുള്ളതിന് നമ്മൾ ഹേർഡ് ആക്കി. ഹേർഡ്. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു മലയാളത്തിൽ കേട്ടപ്പോഴും മനസ്സിലായില്ല നമുക്ക്. പെട്ടെന്ന് നമ്മൾ ഉച്ചത്തിൽ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഒരു പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഹിയറിനെ ഹേർഡ് ആക്കി മാറ്റി. അപ്പം നമ്മൾ പിന്നെ നമുക്ക് ഇതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഓരോ വേർഡ്സിൻ്റെ അർത്ഥം നമ്മളിതിൽ പറയുന്നുണ്ട്. പെട്ടെന്നെന്ന് വെച്ചാൽ സഡൻലി, അവൾ ഷീ, ഉച്ചത്തിൽ ലൗഡ്, കൂർക്കം വലിക്കുക, സ്നോറിങ്, ശബ്ദത്തിന് നമുക്ക് സൗണ്ട് എന്ന് പറയാം, നോയ്സ് എന്ന് പറയാം. ഇവിടെ കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ. ഇപ്പോൾ ഇവിടെ കേട്ടു എന്നാണ് നമ്മൾ ഹിയറിൻ്റെ പാസ്റ്റ് ഫോം ഹേർഡ് എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ നിശബ്ദമായി സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഷീ, നിശബ്ദം ക്വയറ്റ്, സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ എന്ന് വെച്ചാൽ എന്താ? ഡോർ. അപ്പോൾ തുറക്കുക ഓപ്പൺ. ഇവിടെ തുറന്നു എന്നായിട്ട് നമുക്ക് ഓപ്പണിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം അവൾ നിശബ്ദമായി സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? തുറന്നു എന്ന് കേൾക്കുമ്പോഴേ നമുക്കത് മനസ്സിലായി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ നിശബ്ദമായി സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പം അവൾ ഷീ. അപ്പം പിന്നെ നമ്മൾ എഴുതാൻ പോണേ നിശബ്ദമായി. അപ്പം നിശബ്ദം എന്ന് ഞാൻ പറഞ്ഞത് നിശബ്ദം നമ്മൾ എന്താ പറയുക? ക്വയറ്റ്. അപ്പം നിശബ്ദമായി എന്ന് എഴുതാൻ വേണ്ടി ഞാനിവിടെ ക്വയറ്റ്ലി, ഷീ ക്വയറ്റ്ലി എന്താണ് ചെയ്തത്? തുറക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ. അപ്പോൾ ഇവിടെ തുറന്നു എന്നായിട്ട് ഞാൻ ഓപ്പണിനെയും പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ഓപ്പൺ. നിങ്ങൾക്ക് കാണാം ഓപ്പൺ എന്നാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ പാസ്റ്റ് ഫോം നമുക്ക് ഓപ്പൺഡ് എന്നാക്കാം. അപ്പം ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ്. അപ്പം നമ്മൾ ഓപ്പണിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ് ദ, എന്താണ് എവിടെ തുറന്നത്? സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ. അപ്പോൾ നമുക്ക് എഴുതാം ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ് ദ സ്റ്റാഫ് റൂം ഡോർ. അപ്പം വാതിൽ എന്ന് വെച്ചാൽ ഡോർ. നമ്മൾ എങ്ങനെ എഴുതിയത്? ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ് ദ സ്റ്റാഫ് റൂം ഡോർ. അവൾ നിശബ്ദമായി സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്നു. ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ് ദ സ്റ്റാഫ് റൂം ഡോർ. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയേക്കാം, ഷീ ആണ് സബ്ജക്റ്റ്. ഇത് നമുക്ക് ഇത് ബൈ ഹേർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല ഞാൻ പറയണത്. ഷീ സബ്ജക്റ്റും വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെർബാണ് ഓപ്പൺഡ് എന്ന വെർബ്. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്? അവൾ നിശബ്ദമായി സ്റ്റാഫ് റൂമിൻ്റെ വാതിൽ തുറന്നു. ഷീ ക്വയറ്റ്ലി ഓപ്പൺഡ് ദ സ്റ്റാഫ് റൂം ഡോർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവളുടെ അധ്യാപിക കസേരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പക്ഷെ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. കാര്യം ഒരു കഴിഞ്ഞുപോയ കാര്യമാണെങ്കിലും അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവളുടെ അധ്യാപിക. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഹെർ ടീച്ചർ. അവളുടെ, ഹെർ. ഇപ്പം അവൾ എന്നാണെങ്കിൽ നമുക്കിവിടെ ഷീ യൂസ് ചെയ്യാം. ഇത് അവളുടെ എന്നായിട്ട് നമ്മൾ ഹെർ യൂസ് ചെയ്തു. ഹെർ ടീച്ചർ, കസേര, ചെയർ. അപ്പോൾ ഉറങ്ങുക എന്ന് വെച്ചാൽ എന്താ? സ്ലീപ്പ്. അപ്പോൾ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ അധ്യാപിക കസേരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെർ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവളുടെ അധ്യാപിക. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് ഓപ്ഷനിൽ ഞാൻ എഴുതാം. ഇവിടെ ഈസ് എഴുതാം, വാസ് എഴുതാം, വേർ എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗസ് ചെയ്ത് എഴുതാൻ പോണേ. ഹെർ ടീച്ചർ കഴിഞ്ഞ് എനിക്ക് ഏത് എഴുതാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. നമുക്ക് എന്ത് എഴുതാം? ഹെർ ടീച്ചർ. ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ഹെർ ടീച്ചർ. അപ്പം ഈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോഴേ നമുക്ക് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ക്രോസ് ചെയ്തു. അപ്പോൾ ഹെർ ടീച്ചർ. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം?
പിന്നെ നമുക്ക് വേറെ യൂസ് ചെയ്യാമോ, ചെയ്യാൻ പറ്റില്ലേ? ഇത് ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇത് ഒരു ചിലപ്പം ചിലർക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പം ഇവിടെ വേർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? കാര്യം ഹെർ ടീച്ചർ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. കാര്യം ഒരിക്കലും ഒരു സിംഗുലാർ സബ്ജക്റ്റിന് കൂടെ നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഹെർ ടീച്ചർ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ യൂസ് ചെയ്യാൻ വേണ്ടി ക്രോസ് ചെയ്തു. അപ്പം നമുക്ക് വാസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെർ ടീച്ചർ വാസ്. അപ്പം ഈ വേറെ യൂസ് ചെയ്യുന്ന എവിടെ? പ്ലൂറൽ സബ്ജക്റ്റ് ഉള്ളിടത്താണ് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം വി, ദേ, അപ്പം ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം ഹെർ ടീച്ചർ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒറ്റ ഒരാളെ പറ്റിയാണ് പറയണത്. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്തു. പിന്നെ വാസ് യൂസ് ചെയ്യാൻ കാരണം എന്താ? ഓൾറെഡി ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഈസ് ആയിരുന്നെങ്കിൽ പ്രസൻറ്റ് ഫോമാണ്. ഈസ് ആയിരുന്നെങ്കിൽ ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് പ്രസൻറ്റ് ഫോം അല്ല, ഓൾറെഡി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്തു. ഹെർ ടീച്ചർ വാസ്. പിന്നെന്താ? ഉറങ്ങുക. ഉറങ്ങുക എന്ന് വെച്ചാൽ സ്ലീപ്പ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ ടീച്ചർ വാസ് സ്ലീപ്പിംഗ്. ഹെർ ടീച്ചർ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ചെയർ. ഇൻ ദ ചെയർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഹെർ ടീച്ചർ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ചെയർ. അവളുടെ അധ്യാപിക കസേരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറുകൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വേർബ് പ്ലസ് ING ഫോം. അപ്പം ഇത് ഞാൻ ഈ ഒരു സ്ട്രക്ചർ എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെർ ടീച്ചറാണ് സബ്ജക്റ്റ്. അപ്പം നമുക്ക് സബ്ജക്റ്റ് മനസ്സിലായി. അപ്പോൾ ഈ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് വാസ് ഓർ വെയർ യൂസ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. പിന്നെന്താ ഇത് പറഞ്ഞത്? പ്ലസ് വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ വെർബിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് വെർബ് പ്ലസ് ING ഫോം. അപ്പം നമ്മൾ സ്ലീപ്പിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. അപ്പം സ്ലീപ്പിംഗ് നൈറ്റ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ നേരത്തെ ക്ലാസ്സുകളിലും ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചർ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതാൻ നിങ്ങളുടെ പറയാം. അവളുടെ അധ്യാപിക കസേരയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെർ ടീച്ചർ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ചെയർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അധ്യാപിക ചാടി എഴുന്നേറ്റു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ചാടുക എന്ന് വെച്ചാൽ ജംപ്. അപ്പം ഇവിടെ ചാടി എന്നായതുകൊണ്ട് ജംപിനെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ദ ടീച്ചർ. അപ്പം ചാടുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ജംപ്. അപ്പം ഇവിടെ ജംപിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. ജംപിൻ്റെ പാസ്റ്റ് ഫോമാണ് ജംപ്ഡ്. അപ്പം നമ്മൾ ഇനി എന്താ എഴുതാൻ പോണേ? ജംപ്ഡ് അപ്പ്. അപ്പം ചാടി എഴുന്നേറ്റു. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ദ ടീച്ചർ ജംപ്ഡ് അപ്പ്, ചാടി എഴുന്നേറ്റു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മളിപ്പോൾ ഒരു പ്രസൻറ്റ് ഫോം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചേഞ്ച് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുത്തുന്നതെന്നാണ് ഞാൻ ഈ പറയണത്. അപ്പം ഇവിടെ നമ്മൾ വരുത്തിയത് ജംപ് എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ജംപ്ഡ് ആക്കി. അപ്പം ഈ ഒരു ചേഞ്ചാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. വേറൊരു ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ പെതിയെ ചുമച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ, ഷീ. ഇവിടെ പെതിയെ എന്നുള്ളത് നമുക്ക് സ്ലോലി എന്ന് പറയാം. ചുമയ്ക്കുക എന്ന് വെച്ചാൽ എന്താ? കഫ്. അപ്പോൾ ഇവിടെ ചുമച്ചു എന്നാണ്. അപ്പം നമുക്ക് കഫിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അവൾ പെതിയെ ചുമച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഷീ. അപ്പം ഇവിടെ ചുമയ്ക്കുക എന്ന് വെച്ചാൽ കഫ്. അപ്പം ഇവിടെ ചുമയ്ക്കുക കഫ്. അപ്പം നമ്മൾ ചുമച്ചു എന്നായാണ് നമ്മൾ കഫിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ഷീ നമ്മൾ കഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. ഷീ കഫ്ഡ്. അപ്പം കഫ്ഡ്. അപ്പം ഷീ കഫ്ഡ്. അവൾ പെതിയെ ചുമച്ചു. ഷീ കഫ്ഡ്. അപ്പം പെതിയെ എന്നുള്ളത് നമ്മൾ എന്താ പറയാൻ പോണേ? സ്ലോലി. ഷീ കഫ്ഡ് സ്ലോലി. അവൾ പെതിയെ ചുമച്ചു. ഷീ കഫ്ഡ് സ്ലോലി. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലായാലും നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ഒറ്റൊരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കഫ് എന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത്
കഫ്ഡ് ആക്കി. ഈ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയ അവൾ പെതിയെ ചുമച്ചു. ഷീ കഫ്ഡ് സ്ലോലി. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. അവൾക്ക് ചിരി നിർത്താൻ കഴിയാതെ പെട്ടെന്ന് അവൾ ക്ലാസ് റൂമിലേക്ക് ഓടിപ്പോയി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൾ ഷീ. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോവാണ് ക്യാൻ. ക്യാൻ എന്ന് വെച്ചാൽ എന്താ, കഴിയും. അപ്പം അത് ജസ്റ്റ് ഞാൻ മലയാളത്തിൽ എഴുതാം. ക്യാൻ കഴിയും. ഇതൊരു പ്രസൻറ്റ് ഫോമാണ് ക്യാൻ. അപ്പം നമ്മൾ തൊട്ടൊന്നും പഠിച്ചായിരുന്നു, നമുക്കൊരു പാസ്റ്റ് ഏബിലിറ്റി അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഇനേബിലിറ്റിയെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം എഴുതാമെന്ന്. അപ്പം ഇവിടെ അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. അപ്പം കഴിഞ്ഞില്ല അതിനെ നമ്മളൊരു പാസ്റ്റ് ഇനേബിലിറ്റി ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ക്യാൻ എന്ന് വെച്ചാൽ എന്താ, പ്രസൻറ്റ് ഫോം അല്ലേ. അപ്പം നമ്മൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഷീ കഴിഞ്ഞിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്ത് എഴുതാം. ക്യാനിൻ്റെ പാസ്റ്റ് ഫോം ക്യാനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കുഡാക്കി. ഷീ കുഡ് എന്താണ് കഴിയാഞ്ഞ, ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നിർത്താൻ കഴിഞ്ഞില്ല. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ചിരി. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാഫിങ്. പിന്നെന്താ എഴുതാൻ പോണേ. അപ്പം ഇവിടെ ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാഫിങ് ആൻഡ്, അപ്പം ഞാൻ ഇത് റബ്ബ് ചെയ്യാണേ. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാഫിങ് ആൻഡ് പെട്ടെന്നുള്ളതിന് ഞാൻ സഡൻലി എന്ന് എഴുതുക. ഇവിടെ സഡൻലി റാൻ. അപ്പം ഓടിപ്പോയി എന്നല്ലേ പറയണേ, ഓടിപ്പോയി. അപ്പം നമുക്കറിയാം ഓടുക എന്ന് വെച്ചാൽ എന്താ, റൺ. അപ്പോൾ ഇവിടെ ഓടിപ്പോയി, ഓൾറെഡി പോയി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ റൺ എന്ന് വെച്ചാൽ ഓടുക. ഈ റണ്ണിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് റാൻ ആക്കി. അപ്പം ഇവിടെ ഞാൻ റാനാണ് എഴുതിയത്. ആൻഡ് സഡൻലി റാൻ എങ്ങോട്ടാണ് പോയത്, ഇൻ ടു ദ, എവിടെ പോയത്, ക്ലാസ് റൂമിലോട്ട്. അപ്പോൾ ഇൻ ടു ദ, അപ്പം ഇത് ഞാൻ റബ്ബ് ചെയ്ത് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഇല്ല. റണ്ണിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് റാൻ ആക്കി. ജസ്റ്റ് അത് ബ്രാക്കറ്റിൽ എഴുതാം. അപ്പം എന്താ, ആൻഡ് സഡൻലി റാൻ ഇൻ ടു ദ ക്ലാസ് റൂം. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാഫിങ് ആൻഡ് സഡൻലി റാൻ ഇൻ ടു ദ ക്ലാസ് റൂം. അവൾക്ക് ചിരി നിർത്താൻ കഴിയാതെ പെട്ടെന്ന് അവൾ ക്ലാസ് റൂമിലേക്ക് ഓടിപ്പോയി. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ്